ഇപ്പോൾ MLA പി അനിൽകുമാർ കൂടെ ചേരുകയാണ്. ശ്രീ അനിൽകുമാർ, ഇപ്പോൾ എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി? നാട്ടുകാരൊക്കെ വലിയ പ്രതിഷേധത്തിലാണെന്ന് കാണാം. ഒരുപാട് തിരച്ചിലിനൊടുവിലാണ് കടുവയെ കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ സമീപത്തേക്കുള്ള കാട്ടിലേക്കൊക്കെ കടുവയെ കയറ്റി വിടുകയാണെങ്കിൽ വീണ്ടും അവർക്കൊരു സ്വൈര്യ ജീവിതം സാധ്യമല്ലാതാകും. അതാണ് അവരുടെ പ്രതിഷേധത്തിന് പിന്നിലെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവുക? തീർച്ചയായിട്ടും ആ രീതിയിൽ ഒരു കാരണവശാലും കാട്ടിലേക്ക് തിരിച്ചുവിടുന്ന പൊതുവെ ഒരു ചെയ്യാറുള്ളത് നെടുങ്കയം ഫോറസ്റ്റ് ഉണ്ട്. നെടുങ്കയം ഫോറസ്റ്റാണ് മഞ്ചേരിയിൽ നിന്ന് ഒരു പുലിയെ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് പിടിച്ചപ്പോൾ നെടുങ്കയം ഫോറസ്റ്റിലേക്ക് അയച്ചു വിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതേ കൂട്ടിൽ തന്നെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പുലി കയറി പുലിയെ പിടിച്ചിരുന്നു. അന്ന് ഞാൻ ഫോറസ്റ്റ് നേരെ നെടുങ്കയത്തേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഞാനത് മന്ത്രിയോട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ ഒരു കാരണവശാലും കാട്ടിലേക്ക് വിടരുത്, സൂവിലേക്ക് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അവസാനം വരാൻ തീരുമാനം എടുത്തു. പുലിയെ നെടുങ്കയം ഫോറസ്റ്റിലേക്ക് സൂവിലേക്കാണ് കൊണ്ടുപോയത്, മൃഗശാലയിലേക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് 52 ദിവസമായുള്ള തെരച്ചിൽ 53ാം ദിവസമാണ് ഇപ്പോൾ കടുവ കൂട്ടിനകത്ത് കയറിയിട്ടുള്ളത്. ജനങ്ങൾ വളരെ ആശങ്കയിലായിരുന്നു. ഏതായാലും അതിന്റെ ഒരു ആശ്വാസം, കൂട്ടിൽ കയറി എന്ന ആശ്വാസമുണ്ട്. കടുവയെ നേരിട്ട് പിടികൂടുന്ന പകരം കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നൊരു പൊതുവികാരമാണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ആ പ്രദേശത്തുള്ള ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത്. കാരണം 42 വയസ്സായ ഒരു ചെറുപ്പക്കാരനെ അടിച്ചു വന്ന കടുവയാണ്, അതുകൊണ്ട് വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആവശ്യം നിരന്തരമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു പ്രതിഷേധം നിൽക്കുമ്പോഴാണ് കടുവ ഇപ്പോൾ കുട്ടനാട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും കാട്ടിലേക്ക് തുറന്നു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് ഉദ്യോഗസ്ഥന്മാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ രീതിയിലുള്ള അതായത് ഈ കടുവയെ മറ്റു മൃഗശാലയിലേക്കോ മറ്റോ മാറ്റണം എന്നുള്ള ഒരു ആവശ്യമാണോ ഇപ്പോൾ ഉന്നയിക്കുന്നത്? അല്ല, ജനങ്ങളുടെ ആവശ്യം മറിച്ചാണ്. അതിന്റെ പരിമിതി എത്ര ഉണ്ടെന്നറിയില്ല. എന്തായാലും കാട്ടിലേക്ക് കയറ്റി വിടരുതെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീരുമാനം താങ്കൾ ഇപ്പോൾ സ്ഥലത്തുണ്ടോ? കാരണം അവിടെ വലിയൊരു പ്രതിഷേധത്തിന്റെ ഒരു അവിടെ അല്ല ഉള്ളത്. ഓക്കെ, വലിയൊരു പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട്. എന്തായാലും അറിയാം, ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ പി അനിൽകുമാർ, താങ്കളുടെ പ്രതികരണത്തിന്.